US തീരുവ മൂലം ഇന്ത്യക്കുണ്ടായ നഷ്ടം നികത്തുമെന്ന് റഷ്യ. ഇന്ത്യയിൽ നിന്നും കൂടുതൽ കാർഷികോൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങും. സോച്ചിയിലെ ഉച്ചകോടിയിലായിരുന്നു പുടിന്റെ പ്രഖ്യാപനം. ഗാസ വിഷയത്തിൽ ട്രംപിനെ പ്രശംസിച്ച് മോദി. ട്രംപിന്റെ ഇടപെടൽ സുപ്രധാന ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി. ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനും അധികാരം വിടാനും തയ്യാറെന്ന് ഹമാസ് അറിയിച്ചതിനെ തുടർന്നാണ് മോദിയുടെ പ്രതികരണം. H-1B വിസ ഫീസ് കുത്തനെ കൂട്ടിയ ട്രംപിനെതിരെ കേസ്. തൊഴിലാളികളും ബിസിനസ് ഉടമകളും ചേർന്നാണ് സാൻ ഫ്രാൻസിസ്കോ കോടതിയിൽ കേസ് നൽകിയിരിക്കുന്നത്. ഫീസ് കൂട്ടാൻ ട്രംപിന് അധികാരമില്ലെന്നാണ് ഇവരുടെ വാദം. ശക്തി ചുഴലിക്കാറ്റ് അറബിക്കടലിലേക്ക് കടന്നു. സംസ്ഥാനത്ത് 3 ദിവസം ഇടിമിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയുണ്ടായേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 10,945 രൂപയും പവന് 87,560 രൂപയുമായി.